എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഡ്രാസിന വിഭാഗത്തിൽപ്പെട്ട കോർഡിലൈൻ എന്ന് പറഞ്ഞ ഈ പ്ലാന്റിനെ പറ്റിയിട്ടാണ്. നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാരും ഈ ചെടി കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് പേരറിയില്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തോ നമ്മുടെയൊക്കെ വീടുകളിലോ വളരെ സാധാരണമായിട്ട് ഒരു അലങ്കാര സസ്യമായിട്ട് വെച്ച് പിടിപ്പിക്കപ്പെടുകയും വളർത്തി വരികയും ചെയ്യുന്ന ഒരു ചെടിയാണിത്. യാതൊരു പരിചരണവും ഇല്ലെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ വളരുന്നൊരു ചെടിയാണ് ഈ കോർഡിലൈൻ എന്ന് പറഞ്ഞ ഈ പ്ലാന്റ്. വളരെ ലീഫി ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ ലീഫ് കണ്ടോ, നല്ല നീളത്തിലുള്ള ഇലകളാണ് ഇതിനുള്ളത്. പ്ലാന്റിന് പുതിയ ഇലകൾ വരുമ്പോൾ അതിന് ഗ്രീൻ കളറായിരിക്കും ആദ്യം ഉണ്ടാവുക. പിന്നീട് അത് പൂർണ്ണ വളർച്ചയിലെത്തുമ്പോഴാണ് ഇതുപോലെ വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ലീഫായിട്ട് അത് മാറുന്നത്. ഒരു ബ്രൗൺ പിങ്കിഷ് കളറിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ ഈ ലീഫ് എന്ന് പറയുന്നത് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ. നമുക്ക് ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ടൊക്കെ ഈ ചെടി വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട ധാരാളം വെറൈറ്റികളായിട്ടുള്ള ചെടികൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഈ വെറൈറ്റിയിൽപ്പെട്ട ചെടിയാണ്. ഇത് സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് എല്ലാവരും നിലത്താണ് നട്ടു വളർത്തുകാർ പതിവ്. ചട്ടിയിൽ നമുക്ക് ഈ ചെടി നട്ടു വളർത്താൻ പറ്റാവുന്നതാണ്. ചട്ടിയിലൊക്കെ നമ്മൾ നടുമ്പോൾ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി. 2 മാസം കൂടുമ്പോൾ നമ്മൾ പിന്നീട് വളപ്രയോഗം ചെയ്താൽ തന്നെ നല്ല രീതിയിൽ വളരുന്നൊരു ചെടിയാണ് ഈ കോർഡിലൈൻ എന്ന് പറഞ്ഞ ഈ പ്ലാന്റ്. പ്രത്യേകിച്ച് ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഈ പ്ലാന്റ് തന്നെ ഇവിടെ നിൽക്കുന്നത് ഒരു 10-50 വർഷത്തിന് മേലെ പഴക്കമുള്ളൊരു പ്ലാന്റാണ്. കണ്ടോ? അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ കൊമ്പ് അതിൻ്റെ വെട്ടി കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് പുതിയ തളിരുകൾ അതിലുണ്ടാവും. അപ്പോൾ നമ്മളൊരു അതിൻ്റെ കൊമ്പ് ഇങ്ങനെ വെട്ടി കൊടുക്കുമ്പോൾ അവിടുന്ന് ധാരാളം ബ്രാഞ്ചസ് പുതിയതായിട്ട് വളർന്നു വരും. അപ്പോൾ അതിന് എപ്പോഴും ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. നല്ല വെയിൽ കിട്ടുമ്പോഴാണ് അതിൻ്റെ ലീവ്സിന് വളരെ ഭംഗിയിൽ വളരുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ വെറുതെ അതിൻ്റെ കൊമ്പ് വെട്ടി ഒടിച്ച് കുത്തിയാൽ തന്നെ പൊടിക്കുന്ന ഒരു ചെടിയാണ്. എങ്കിലും പലരും പറഞ്ഞു കേൾക്കാറുള്ളത്, പലരും നടുമ്പോൾ അത് പിടിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ നമ്മളിത് ചെറിയൊരു അതിൻ്റെ ഒരു കമ്പ് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇനി അതിൻ്റെ കമ്പ് നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഒരു ബോട്ടിൽ വെള്ളത്തിലേക്ക് അത് മുക്കി വയ്ക്കുകയാണെങ്കിൽ അത് തന്നെ അതിൻ്റെ റൂട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമുക്കതെടുത്ത് നടുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് നടാനായിട്ട് സാധിക്കും. ഇനി അത് ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ അതിൻ്റെ ഒരു കൊമ്പ് ഒടിച്ച് കുത്തിയാൽ തന്നെ എളുപ്പത്തിൽ പൊടിച്ചു വരുന്ന ഒരു ചെടിയാണ് ഈ ഡ്രാസിനയുടെ ഈ കോർഡിലൈൻ എന്ന് പറഞ്ഞ ഈ പ്ലാന്റ്. നല്ല ഹൈറ്റിലൊക്കെ വളരുന്നൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചെടി പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ചട്ടിയിലൊക്കെ നമ്മൾ നടുകയാണെങ്കിൽ വളരെ ബുഷിയായിട്ട് നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഈ ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ കൂട്ടമായിട്ട് നമ്മൾ നടുകയാണെങ്കിൽ, നിലത്തൊക്കെ നടുകയാണെങ്കിൽ അത് കാണാൻ നല്ല ഒരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഏതായാലും അതിൻ്റെ ആ കമ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ലീവ്സൊക്കെ കുറച്ചൊക്കെ ഞാൻ പകുതിയിൽ വെച്ചിട്ട് ഓടിച്ച് കളഞ്ഞു. ഇനി നമ്മളതൊരു ബോട്ടിൽ വെള്ളത്തിലേക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ സമയമെടുക്കും. അത് കഴിയുമ്പോൾ അതിൽ നന്നായി റൂട്ട്സ് വരും. അപ്പോൾ ഞാൻ എന്തായാലും ആ ബോട്ടിലെ വെള്ളത്തിൽ ഞാനത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 ആഴ്ചയോളം സമയമെടുക്കും. അപ്പോൾ അത് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അതിൽ ചെറുതായി റൂട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് സാധാരണ ഇപ്പോൾ ചാണകപ്പൊടി മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കവറിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുക. മാറ്റി നമ്മൾ നടുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നല്ല രീതിയിലുള്ള ഒരു പുതിയ ചെടി എങ്ങനെയായാലും പൊടിച്ച് വരും. അപ്പോൾ അത് ഇങ്ങനെ കൊമ്പ് കുത്തിയിട്ട് പൊടിക്കില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇത് കാണിച്ചു തന്നത്. അല്ലാത്തവർക്ക് അതിൻ്റെ കമ്പ് ഒരെണ്ണം ഒടിച്ചിട്ട് ഇതുപോലെ കുത്തി നമ്മൾ ചട്ടിയിലോ നിലത്തൊക്കെ നട്ടാൽ തന്നെ നല്ല രീതിയിൽ പൊടിക്കുന്നതാണ്. പിന്നെ ഈ ചെടികൾക്ക് പ്രത്യേകിച്ചിട്ടുള്ള ഒരു രീതിയിലുള്ളൊരു കീടബാധ ഉണ്ടാവാത്ത ഒരു ചെടിയാണ്. ഇത് നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് പവർ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചെടിക്ക് ഒരു തരത്തിലുള്ള കീടബാധയും ഇപ്പോൾ എൻ്റെ അറിവിൽ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ അവിടെയും അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ചെടി നമ്മളുടെയൊക്കെ നാട്ടിൻപുറത്ത് വളരെ സാധാരണമായിട്ട് നമുക്ക് കണ്ടുവരുന്നതാണ്. നമുക്ക് ഇൻഡോറായിട്ടോ ഔട്ട്ഡോറൊക്കെ ആയിട്ട് ഈ ചെടി വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇൻഡോറിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പകൽ കുറച്ച് സമയമെങ്കിലും അതിന് വെയിൽ കൊള്ളിക്കാറുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചെടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക്